അക്ഷയ, സലീം കുമാറിനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ വടക്കൻ പറവൂർ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. വടക്കൻ പറവൂർ ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനം തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ആളുകൾ എത്തി കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നില്ല. കാരണം ഞായറാഴ്ച ദിവസമാണ്, അവധി ദിവസമാണ്. ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേരും. സലീം കുമാറിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഹാളിൽ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രിയും സലീം കുമാറും തമ്മിൽ അടുത്ത ആത്മബന്ധം തന്നെയാണുള്ളത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ആ ബന്ധത്തിൻ്റെ ആഴവും തീവ്രതയും ഒക്കെ നമുക്ക് ബോധ്യമാവുകയും ചെയ്തിരുന്നതാണ്. വടക്കൻ പറവൂരിനെ സംബന്ധിച്ചിടത്തോളം സലീം കുമാർ ഒരു അന്യനാട്ടുകാരനല്ല, അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര നടൻ മാത്രമല്ല, വടക്കൻ പറവൂരുകാരനാണ്. പറവൂരുകാരനായ ഒരു കർഷകനാണ്. സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് വടക്കൻ പറവൂരിനെ സംബന്ധിച്ചിടത്തോളം സലീം കുമാർ. സലീം കുമാറിൻ്റെ കുടുംബാംഗങ്ങളാണ് ഈ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുമ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചേർന്നിരിക്കാൻ വേണ്ടി അവർ ഈ ടൗൺ ഹാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ മാറിയാണ് ചിറ്റാറ്റുകര നീണ്ടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ വീട്. അവിടെ വീട്ടുവളപ്പിലാവും സംസ്കാരം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ മതപരമായ ചടങ്ങുകൾ ഒക്കെ തന്നെ ഒഴിവാക്കിയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മന്ത്രി PC വിഷ്ണുനാഥ് ഒപ്പമുള്ളവർ ഈ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നുണ്ട്. നഗരസഭ ചെയർമാനുണ്ട്. അങ്ങനെ പൊതുദർശനം ഏതാണ്ട് 12 മണിക്ക് ശേഷമുണ്ട്. 12 മണിക്കോടെ പൊതുദർശനം പൂർത്തിയാകും. അതിന് ശേഷമാകും സംസ്കാര ചടങ്ങുകൾ. വടക്കൻ പറവൂരിൻ്റെ ഏതൊരു മേഖലയിലും സജീവമായി ഇടപെട്ടിരുന്ന വ്യക്തിത്വം കൂടിയാണ് സലീം കുമാർ. കാർഷിക മേഖലയിലായിരുന്നാലും അതല്ലെങ്കിൽ സാംസ്കാരിക പരിപാടികളിലായിരുന്നാലും ഒക്കെ ഒരു സാധാരണക്കാരനായി ഒരു മുണ്ടെടുത്ത് വന്ന് സംസാരിക്കുന്ന, ജനങ്ങളുമായി സംവദിക്കുന്ന, തികച്ചും ഒരു സാധാരണക്കാരനായി ഇടപെടുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു സലീം കുമാറിനത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ നാടുമായി ബന്ധമുണ്ട്. എങ്കിലും ഒരു ചലച്ചിത്രകാരനായതിനു ശേഷവും അദ്ദേഹം വടക്കൻ പറവൂർ വിട്ടുപോയിട്ടില്ല. എക്കാലവും വടക്കൻ പറവൂരിൽ തന്നെ തങ്ങാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു, പറവൂരിന് ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ ചുറ്റളവിൽ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലെത്തിയിരിക്കും. വീടാണ് എനിക്ക് ഏറ്റവും സ്വസ്ഥമായൊരിടം, ഹോട്ടലുകളല്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറവൂരുമായി അത്രയധികം ആത്മബന്ധം പുലർത്തിയിരുന്നത്. അതിൻ്റെ ഒരു തെളിവായി അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളെ കാണാൻ സാധിക്കും. മറ്റ് കലാകാരന്മാരിൽ നിന്ന് വിഭിന്നനായി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വസിക്കുന്ന രാഷ്ട്രീയം തുറന്നു പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അത് രാഷ്ട്രീയ പരിപാടികളിൽ ഉൾപ്പെടെ അദ്ദേഹം മടി കൂടാതെ, അല്ലെങ്കിൽ മറ കൂടാതെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സലീമേട്ടൻ എന്നാണ് സലീം കുമാർ വടക്കൻ പറവൂരിൽ പൊതുവെ അറിയപ്പെടുന്നത്. എല്ലാവരും അദ്ദേഹത്തെ തിരികെ അദ്ദേഹവും ഒട്ടേറെ ആളുകൾ പേരെടുത്ത് വിളിക്കുകയും ചെയ്യുന്നു. പറവൂരുകാരായ ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ സംസാരിക്കണമെങ്കിൽ എല്ലാവരും പൊതുദർശനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിൻ്റെയും മറ്റും തിരക്കിലാണ്. അത് അല്പം കൂടി തിക്കും തിരക്കും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. വൈകിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം കാണാൻ വേണ്ടി ആളുകൾ എത്തും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹത്തിന്റെ ഭാര്യ സുനിതയാണ് നമ്മൾ കാണുന്നത്. സലീം കുമാർ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്, ജീവിതത്തിൽ അദ്ദേഹം നന്ദി പറയുന്നത് 2 സ്ത്രീകളോടാണ്. ഒന്ന് മരണം വരെ തനിക്കു വേണ്ടി ജീവിച്ച അമ്മ, ഒന്ന് തനിക്ക് വേണ്ടി മരിച്ചു ജീവിക്കുന്ന ഭാര്യ. ഇരുവർക്കും എൻ്റെ ജീവിതം തന്നെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങനെയാണ് സലീം കുമാർ പറയുന്നത്. ആ 2 സ്ത്രീകളോടും ഞാൻ എക്കാലവും കടപ്പെട്ടിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഭാര്യ സുനിതയെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും ഒക്കെയും കൂടെ നിന്ന് എത്രമാത്രം ഇപ്പോൾ അവരനുഭവിക്കുന്ന വേദന എത്രമാത്രമാണെന്ന് നമുക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവർക്കൊക്കെ ആ വേദന തരണം ചെയ്യാനാകട്ടെ, മുന്നോട്ട് പോകാനാകട്ടെ, അതിങ്ങനെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം.